അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഫുഡ് പോയ്സൺ, ഫുഡുമായി റിലേറ്റഡ് ആയ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ചെയ്യതാ മതി. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് ശേഷം ഈ രണ്ട് സൂറത്ത് ഏതൊക്കെ, ഈലാഫി ഖുറൈശും മുതൽ സുന്നത്താണ് തൊഴിൽമയിലടക്കമുള്ള കിതാബുകളിൽ കാണാം. ഈ സൂറത്ത് ഖുറൈശ്, ഈലാഫി ഖുറൈശും ഖുൽഹുവല്ലാഹു മുതൽ സുന്നത്തുള്ള വേറൊരു സന്ദർഭം കൂടിയുണ്ട്. ഭക്ഷണമായി ബന്ധമില്ല. ഈ മസൽ ഇപ്പോൾ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്നുകൊണ്ട് പറയാണ്. ദീർഘമായ ഒരു യാത്ര പോവുകയാണെങ്കിൽ ഓതിയിട്ട് ദ്വാരക്കലാണ്. അതിന്റെ പുറമെ ഖുറൈശ് കൂടി ഓതൽ സുന്നത്തുണ്ട്. 5 സൂറത്തും ഒരായത്തുമാണ് യാത്ര പോകുമ്പോൾ അതിൽ സുന്നത്ത്. ഫാത്തിഹ, ഇഖ്ലാസ്, ഫലക്ക്, നാസ്, സൂറത്ത് ഖുറൈശ്. 5 സൂറത്തായിരിക്കും. ആയത്തുൽ കുർസി. ഇതാണ് യാത്ര പോകുമ്പോൾ സുന്നത്തായ സുഹൃത്തങ്ങൾ. അത് കിതാബുകളിൽ കാണാം. അടുത്തത്, തുടക്കത്തിലും ലാസ്റ്റും അല്പമെങ്കിലും ഉപ്പ് ഒന്ന് ടച്ച് ചെയ്ത് നാവിലാക്കല് നല്ലതാണെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നു. അതിന് അലി റളിയല്ലാഹു അൻഹു പറയുന്ന കാരണം വയറ് സംബന്ധിയായ അസുഖം വരാതിരിക്കാൻ അത് ചെറിയുള്ള പാർട്ടി കുറ്റം പറയരുത്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാൻ ഭക്ഷണത്തെ കുറ്റം പറ പറയണത് തിന്നാൻ പറ്റുന്ന ജീവിയാണ്. അങ്ങനെ ഉടുമ്പിന്റെ ഇറച്ചി കൊണ്ടുവച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എനിക്കിഷ്ടമല്ല. അപ്പൊ ഖാലിദിന് വലീദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു തിന്നാൻ പറ്റൂല എന്നില്ലല്ല, ഞാൻ അടിച്ചോട്ടേന്ന് ചോദിച്ചു. ഞാൻ അടിച്ചു. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നത് ഭക്ഷണത്തെ കുറ്റം പറയുന്നതിൽ പെടൂല. മനസ്സിലായി? ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുന്തിക്കേണ്ടവരെ മുന്തിക്കണം. 3 ഏരിയയാണ് ചിലപ്പോൾ ഒരു തങ്ങളായിരിക്കും, അല്ലെങ്കിൽ നല്ല സ്ഥാനമുള്ള ഒരാളായിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പേരുള്ള കുട്ടിനെ കൊണ്ട് തുടങ്ങിപ്പിക്കണം. ബർക്കത്താണ്. മുഹമ്മദ് എന്ന് പേരുള്ള കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്ത് വർദ്ധിക്കുമെന്ന് സയ്യിദുന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അൽ ബർക്കത്തു മാ അകാബിരിക്കും ഹദീസാണ്. നിങ്ങളിൽ വലിയവരോടൊപ്പമാണ് ബർക്കത്ത് ഉണ്ടാവുക. അവരെ കൊണ്ട് തുടങ്ങിപ്പിച്ചാൽ അതിൻ്റെ ഒരു ബർക്കത്ത് ഉണ്ടാവും. സ്വഹാബത്ത് പറയുന്നുണ്ട്, ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ റസൂലുള്ള തുടങ്ങിയാലേ നമ്മൾ തുടങ്ങാറുള്ളൂ. അതൊരു അദബാണ്, അതൊരു തഅലീമാണ്, അതൊരു മര്യാദയാണ്. ഭക്ഷണത്തിൽ ഊതരുത്. അന്നഫ്ഖു ഫി ത്വആമി യുദ്ഹിബുൽ ബറക. ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ചൂട് ആറാൻ വേണ്ടി ഊത്. ഭക്ഷണത്തിൽ ഊതരുത്. അതേപോലെ ഫ്രൂട്ട്സ് അടുത്ത് തന്നെ തിന്നണം. ഐറ്റംസ് ആണെങ്കിൽ കൈ നീട്ടുന്നത്